അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അത് തന്നെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് തുടങ്ങി മുന്നോട്ട് പോവാണ്. അപ്പൊ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആസ്പെക്ട്, നമ്മള് എന്തിനാണ് അത് ഇത് ചെയ്തതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി. അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആസ്പെക്ട് എന്തിനാണ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളെ ഹ്യൂമൻ ഐഡിയാസ്, ഇൻവെൻഷൻസ്, നമ്മുടെ ആർട്ടിസ്റ്റിക് വർക്ക്സ്, ബ്രാൻഡ് നെയിംസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നത് വേറൊരാൾ സ്റ്റീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലോ, സൈബറിലുള്ള ലോ ആണ് IPR എന്ന് പറയുന്നത്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: കോപ്പി റൈറ്റും, പേറ്റന്റും, ട്രേഡ് മാർക്കും. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് സ്പീഡിൽ പോവാണ്. കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ബുക്കിനെ സംബന്ധിച്ചിട്ടൊക്കെ വരുന്നതാണ്. പേറ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെൻഷനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡ് നെയിം, ലോഗോ, സിമ്പിൾസിനെയൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും ഓർത്തിരിക്കുക, അതിനെ പറ്റിയിട്ട് അങ്ങ് പറയാം. ഇപ്പൊ കോപ്പി റൈറ്റ് എന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് എന്ന് പറയുമ്പം അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന മ്യൂസിക്, അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന സോഫ്റ്റ്വെയർ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് കോപ്പി റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അത് IPR തന്നെയാണ്. പേറ്റന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടുപിടുത്തം, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളുമാണ് പേറ്റന്റിന്റെ അടിയിൽ വരുന്നത്. ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിം, സിംബല്, ലോഗോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നതാണ് ട്രേഡ് മാർക്കിന്റെ അടിയിൽ വരുന്നത്. എല്ലാം സെയിം സാധനങ്ങൾ തന്നെയാണ്, പക്ഷെ റൂൾസ് വെച്ച് വ്യത്യാസമാണ്. പേറ്റന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പേറ്റന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 20 വർഷത്തേക്ക് അത് നമുക്ക് മാത്രം ബിലോങ് ചെയ്യുന്നതാണ്. വേറൊരാൾക്കും അത് അതിന്റെ മേക്കിങ്ങോ സെല്ലിങ്ങോ ഇമ്പോർട്ടിങ്ങോ ഒന്നും പെർമിസിബിൾ അല്ല. 1970 പേറ്റന്റ് ആക്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു, പേറ്റന്റ് റൂൾസ് 2006. അവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ എന്ത് കണ്ടുപിടുത്തം ഉണ്ടെങ്കിലും അത് നമുക്ക് മാത്രമാണ് അത് ഉണ്ടാക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും സെല് ചെയ്യാനും ഒക്കെ പെർമിഷൻ ഉള്ളൂ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യവും 20 കൊല്ലത്തേക്ക്. പേറ്റന്റ് എടുത്തില്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു 20 കൊല്ലം, ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ 20 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പബ്ലിക് ആക്കണം. നമ്മളൊന്നും മറച്ചു വെക്കാൻ പാടില്ല. നമ്മുടെ എന്താ പറയുക, നമ്മുടെ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഐഡിയാസും അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളും നമ്മൾ പബ്ലിക്കിലേക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതാണ് പേറ്റന്റിന്റെ പ്രത്യേകത. അപ്പൊ പലരും ചിലപ്പോൾ പേറ്റന്റ് എടുക്കാതിരിക്കും, നമ്മളെ മാത്രം ഇതായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 20 കൊല്ലം കഴിയുമ്പോൾ, ഇതെടുത്ത് 20 കൊല്ലം കഴിയുമ്പോൾ ഇത് പബ്ലിക്കിലേക്ക് നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പേറ്റന്റിനെ പറ്റി പറയുമ്പോൾ അവിടെ പേറ്റന്റ്, അപ്പൊ എന്ത് പറയുമ്പോഴും എല്ലാത്തിനും ഓരോ ആക്ടുകളുണ്ട് കേട്ടോ. നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, പോലീസ് സ്റ്റേഷനിൽ പോയ എല്ലാ IPC അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇവിടെയും കുറെ പേറ്റന്റ് ആക്ടുകളൊക്കെ എഴുതി വെക്കണം. പേറ്റന്റ് ആക്ട് 1970, അമെൻമെന്റ് ആക്ട് അത് അപ്ഡേറ്റ് ചെയ്തു 2005. പിന്നെ ഒരു ഓഫീസ് ഉണ്ട് ഇന്ത്യയിൽ, ഇന്ത്യൻ പേറ്റന്റ് ഓഫീസ്. നമ്മള് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിന് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറൊരു കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പേറ്റന്റിന് വിലയില്ല. അതുകൊണ്ട് അവിടെ മസ്റ്റ് അപ്ലൈ ഫോർ അനദർ പേറ്റന്റ് ഇൻ അനദർ കൺട്രി. ദെൻ ദി ഓഫീസ് കൺട്രോൾ ചെയ്യുന്ന CGPDTM ആണ് ഈ പേറ്റന്റിന്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. ഈ ഓഫീസാണ് ഇന്ത്യൻ പേറ്റന്റ് ഓഫീസ്. ഇനി ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്, നമ്മളെ റൈറ്റ് ബ്രദേഴ്സിന്റെ പ്ലെയിനിന്റെ ഡിസൈൻ. അത് അവർ പേറ്റന്റ് എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഏവിയേഷൻ, ഇൻ ദ എക്സാമ്പിൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഏവിയേഷൻ. പലതിൻ്റെയും അടിയിലും നമുക്ക് ഓരോ പേറ്റന്റുകൾ ഉണ്ടാവും. ഓരോ ഇൻവെൻഷൻസ് വരുന്നത് ഓരോരോ സെക്ഷന്റെ അടിയിലായിരിക്കും. ഇതിപ്പം എന്താ പറയണ, നമ്മൾ ഉണ്ടാക്കിയ ഫ്ലൈറ്റിന്റെ മോഡൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഓട്ടോമൊബൈലിന്റെ അടിയിൽ വരും. അങ്ങനെയൊക്കെ നമുക്ക് പേറ്റന്റ് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ
ഓട്ടോമൊബൈൽ അല്ലാതെ നമുക്ക് താല്പര്യമുള്ള എന്ത് ഡിസൈൻ ആണെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എർഗണോമിക് നമ്മളെ എർഗണോമിക്കൽ ഇപ്പം എല്ലാം എർഗണോമിക്കൽ ആണല്ലോ, അതായത് നമ്മൾ ഇരിക്കാൻ നമ്മുടെ സൗകര്യങ്ങൾ കൂട്ടുന്ന എന്ത് സാധനം നമ്മൾ ഡിസൈൻ ചെയ്താലും അതെല്ലാം നമുക്ക് പേറ്റന്റ് എടുക്കാം. ഓക്കെ, അതുപോലെ IPR വരുന്നതാണ് ട്രേഡ് സീക്രട്ട്. ട്രേഡ് സീക്രട്ട് എന്തിനാ റിലേറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞ പോലെ ഫോർമുല, ഡിസൈൻ, അതൊക്കെയാണ് ട്രേഡ് സീക്രട്ടിന്റെ അടിയിൽ വരുന്നത്. പിന്നെ ലീഗൽ പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ സ്പെസിഫിക് ലോ ഫോർ ട്രേഡ് സീക്രട്ട്. ആൻഡ് ട്രേഡ് സീക്രട്ടിന് സ്പെസിഫിക് ആയിട്ടുള്ള ലോ ഇല്ല. ബട്ട് ദേ ആർ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് കോൺട്രാക്ട് ലോ, കോപ്പിറൈറ്റ് ലോ, ബ്രീച്ച് ഓഫ് കോൺഫിഡൻസ് റൂൾ. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വയലേറ്റ് ചെയ്യുന്നതിനെയാണ് ബ്രീച്ച് എന്ന് പറയുന്നത്. ഇക്വിറ്റി പ്രിൻസിപ്പിൾ, അവിടെയും IT ആക്ട് സെക്ഷൻ 72 ഇതിന്റെ ലീഗൽ പ്രൊട്ടക്ഷന് വേണ്ടി വരുന്ന ആക്ട് ആണ്. സെക്ഷൻ 72 IT ആക്ടിൽ വരുന്ന സെക്ഷൻ 72ലാണ് ഈ കോപ്പിറൈറ്റിന്, നമ്മൾ ട്രേഡ് സീക്രട്ടിനെ പറ്റി പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു NDA സൈൻ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഞാൻ എൻ്റെ സീക്രട്ട്, ഞാൻ ഇവിടെ നിന്ന് അറിഞ്ഞ സീക്രട്ട് വേറെ എവിടെയും നമ്മൾ പാസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ട്രേഡ് മാർക്ക് നമ്മൾ നോക്കി, ഒരു പ്രോഡക്റ്റ്, ഒരു കമ്പനിയുടെ സൈന്, ലോഗോ, ഡിസൈൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ട്രേഡ് മാർക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന ആക്ട് ആണ് ട്രേഡ് മാർക്ക് ആക്ട്. ഗുഡ്സിനെയും അതിൻ്റെ സർവീസസിനെയും അത് പ്രൊട്ടക്ട് ചെയ്യും. ദെൻ വൈ വി ആർ യൂസിങ് ഇറ്റ് ഈസ് ടു പ്രിവെന്റ് ദി അതേഴ്സ് ഫ്രം കോപ്പിയിങ് ഓർ മിസ്യൂസിങ് ദ ബ്രാൻഡ്. നമ്മൾ മിൽനയുടെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇനി ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു IPR ആണ്. അതായത് ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അവരുടേതായ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ എക്സാമ്പിള് ടീ, ഡാർജിലിംഗിലെ ടീ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ നമ്മൾ അതിനെ ആ കൺട്രി, ആ സ്ഥലവുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് ഡാർജിലിംഗ് ടീ എന്ന് പറയും. സിൽക്ക് സാരി മൈസൂർ ഫേമസ് ആണ്. അപ്പൊ നമ്മൾ അതിനെ മൈസൂർ സിൽക്ക് സാരി പറയും. കാഞ്ചീപുരം സാരി സ്പെസിഫിക് ടു ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ്. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ കാണിച്ചേക്കുവാണ്. ഇനി GI ലോ, ഇതിനും ഒരു ലോ ഉണ്ട്, ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് GI ലോ, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇനി ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഇതിന്റെ അടിയിൽ വരുന്നതാണ്. അതായത് നമ്മളായിട്ട് ഡിസൈൻ ചെയ്യുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എർഗണോമിക്കൽ ചെയർ, നമ്മൾ ഒരു സ്പെസിഫിക് രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇരിക്കുമ്പോൾ കുറേ നേരം നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഈ ഇരിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സ്പെസിഫിക് ആംഗിളിൽ നമ്മുടെ സ്പൈന് പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ കൈക്ക് ഡിസൈൻ ചെയ്ത് നമ്മൾ ഈ മൗസ് പാഡൊക്കെ ഡിസൈൻ ചെയ്യുമ്പം സ്പെസിഫിക്കലി ഒരു ഫ്ലാറ്റ് ഷീറ്റ് അല്ലാതെ കുറച്ചിങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കുന്ന സ്പെസിഫിക്കലി അങ്ങനെയൊക്കെ ഉള്ള രീതിക്ക് അതിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. അത് വിഷ്വൽ ഓർ ഡെക്കറേറ്റീവ് അപ്പിയറൻസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അതിരിക്കുന്നത്. ഇപ്പൊ ഈ ചെയർ കണ്ടോ, ഇതിന്റെ ആ വരയും കാര്യങ്ങളുമാണ് എസ്തെറ്റിക് പാറ്റേൺ. ഡിസൈൻ ആക്ടിന്റെ അടിയിൽ വരുന്ന ലൈന്, ഷേപ്പ്, കളറിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മൾ ഈ മിൽമയുടെ കവറിന്റെ കളറ് പറയുന്ന പോലെ ആ ഓറഞ്ച് കളർ അവരുടെ മാത്രം മിക്സ്ചറിലുള്ള കളറാണ്. അതുപോലെ ബ്ലൂ കളറ്, പല രീതിയിലുള്ള പല കട്ടിയിലുള്ള പാലാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ കട്ടിക്കുള്ള പാലിൽ തന്നെ ആ ബ്ലൂവിന് തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടെ വ്യത്യാസം വരുന്നത്, ബ്ലൂ, ഓറഞ്ച് അങ്ങനെയൊക്കെ ഉള്ള കളറ്. അതുപോലെ ഈ ചെയറിന്റെ ഡിസൈന്, ഈ കളറ്, ഷേപ്പ്, ലൈന്, പാറ്റേൺ, ഇതൊക്കെ അതിൻ്റെ അടിയിൽ വരും. ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ഇനി ഇതിന് വരുന്ന ആക്ട് ആണ് ഡിസൈൻ ആക്ട് എന്ന് പറയും. ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആക്ടിന്റെ അടിയിൽ വരും. GI ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, GI ആക്ടിന്റെ അടിയിൽ വരും. ട്രേഡ് മാർക്കിന് ട്രേഡ് മാർക്ക് ആക്ട് ഉണ്ട്. അതെല്ലാം ഇതും കൂടെ പോയിന്റ് ആയിട്ട് എഴുതുക. ഡിസൈൻ ആക്ട് 2000, ഡിസൈൻ റൂള് 2001ന്റെ അടിയിൽ. കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ
ബുക്ക്, മൂവി, മ്യൂസിക്, പിക്ചർ, അതെല്ലാമാണ് കോപ്പിറൈറ്റിന്റെ അടിയിൽ വരുന്നത്. അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കോപ്പിറൈറ്റ് വരുന്നത്. അതിന്റെ പബ്ലിക്കേഷൻ, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിനെ നമ്മൾ വേറെ ആർക്കെങ്കിലും കൊടുക്കുക, അത് യൂസ് ചെയ്യുക, അതൊക്കെ ഒരാൾ ഉണ്ടാക്കിയാൽ അയാളുടെ പെർമിഷൻ ഇല്ലാതെ വേറെ ആൾക്കും അത് കോപ്പി ചെയ്യാനോ യൂസ് ചെയ്യാനോ ഉള്ള പെർമിഷൻ ഇല്ല. കോപ്പിറൈറ്റ് അപ്പൊ എന്താ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യുന്നത്? ആ ഐഡിയയുടെ എക്സ്പ്രഷൻ, ഐഡിയനെ മാത്രമല്ല, ആ ഐഡിയയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കുക, മനസ്സിലായോ? ഒരാൾക്ക് ഇപ്പൊ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ആർക്കും എടുത്തു കൊടുത്ത് പബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടേതായിട്ടെന്നല്ല, ഇപ്പൊ എന്റെ ഐഡിയ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു, എനിക്ക് മാത്രമാണ് പബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. അതാണ് കോപ്പിറൈറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. എനിക്ക് മാത്രമാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കോപ്പിറൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റഡ് പീരിയഡ് ഉണ്ട്. പേറ്റന്റിന്റെ 20 കൊല്ലം പറഞ്ഞതുപോലെ കോപ്പിറൈറ്റിനും ഒരു ലിമിറ്റഡ് പീരിയഡ് ഇസ് ദെയർ, ആഫ്റ്റർ വിച്ച് ദ വർക്ക് ബിക്കംസ് ഫ്രീ. ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. കോപ്പിറൈറ്റ് പാട്ടും ബുക്കും കാര്യങ്ങളും എല്ലാം law is there, claim for copyright. ഇനി അവിടെ കോപ്പിറൈറ്റ് ഓഫീസ് ഇസ് ദെയർ, കോപ്പിറൈറ്റ് ആക്ട് ഇസ് ദെയർ. 1957 കോപ്പിറൈറ്റ് ആക്ട് വന്നിട്ടുള്ളത്. സെക്ഷൻ 9 അടിയിൽ ആക്റ്റീവ് ആയത് സിൻസ് ജാനുവരി 1958 മുതലാണ്. ഈ ഓഫീസ് റൺ ചെയ്യുന്ന ഓഫീസിന്റെ പേര് രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റ്സ്. ദ ഓഫീസ് ഈസ് റൺ ബൈ ദ രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റ്സ്. അത് സെൻട്രൽ ഗവൺമെന്റിന്റെ അടിയിലാണ് ഈ കോപ്പിറൈറ്റിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പൊ എന്തിനെയൊക്കെ റിലേറ്റ് ചെയ്യും? ബുക്ക്, പോയം, സോങ്, മൂവി, പെയിന്റിംഗ്, വെബ്സൈറ്റ്, ഓൺലൈൻ കണ്ടന്റ് എക്സെട്ര. ഇനി ഇന്ത്യൻ IPR ആൻഡ് സൈബർ സ്പേസ് ഇൻ ഇന്ത്യ. അപ്പം ഇതിനെ നമ്മൾ എന്തിനാണ് നമ്മൾ ഈ IPR പഠിച്ചത്? എന്തിനാണ്? ഓരോ ദിവസവും there are so many softwares and videos and musics are published online, and when it is published online there is a chance of people misusing it. To avoid that we are going for the intellectual property law. നമ്മൾ അതുകൊണ്ടാണ് ഇതിന്റെ അടിയിലേക്ക് പോകുന്നത്. നമ്മൾ ഓരോ തവണയും നമ്മൾ ഉണ്ടാക്കുന്ന പല സാധനങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് മറ്റുള്ളവരുടെ കയ്യിലേക്ക് വരാതിരിക്കാൻ വേണ്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ അതിനെ മോഷ്ടിക്കുന്നതിന് പറയുന്ന പേരാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി തെഫ്റ്റ്. മൂവി പൈറസി, പേരുകൾ ഇതൊക്കെയാണ് കേട്ടോ. മൂവി പൈറസി, ഇല്ലീഗൽ ഷെയറിംഗ് ഓഫ് സോഫ്റ്റ്വെയർ, സ്റ്റീലിംഗ് ഓഫ് പേറ്റന്റഡ് ഇൻഫർമേഷൻ, സീക്രട്ട് ഇൻഫർമേഷൻ. ഇതൊക്കെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ മൂവിയൊക്കെ പൈറേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് ഇടുമ്പം ഈ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് നഷ്ടമാണ്, അല്ലേ? അത് നമുക്കറിയാം. നമ്മൾ തന്നെ തിയേറ്ററിൽ പോയി കണ്ടാലാണ് ഈ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും നമ്മളെ കാശ് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. അവർ മുതലാക്കിയ കാശ് അവർക്ക് തിരിച്ചു പിടിക്കണമല്ലോ. അപ്പൊ നമ്മൾ മൂവി തിയേറ്ററിൽ പോയി മൂവി കറക്റ്റ് ആയിട്ട് കണ്ടാലാണ് അവർക്കത് ലാഭം ഉണ്ടാവുള്ളൂ. അതല്ലാതെ നമ്മൾ ഇതേപോലെ അവിടെ മൂവി പോവാതെ ഇരുന്നിട്ട് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു മൂവി വീഡിയോ മറ്റേ പോയി അവിടുന്ന് ഒരു വീഡിയോ പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഓൺലൈനിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പോകുന്നത് കുറയ്ക്കും. ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെയൊക്കെ ലോയ്ക്കെതിരാണ് ഇതൊക്കെ. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ IT ആക്ട് 2000, എല്ലായിടത്തും നമുക്ക് IT ആക്ട് 2000 പറയാം കേട്ടോ. കോപ്പിറൈറ്റിന് കോപ്പിറൈറ്റ് ആക്ട് 1957 പറയാം. 1957 ഉള്ള കോപ്പിറൈറ്റ് ആക്ട് എന്തൊക്കെ പ്രൊട്ടക്ട് ചെയ്യും? ഈ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. മൂവി, പിക്ചർ, മ്യൂസിക്, ഡ്രാമ, ഫിലിം, സൗണ്ട് റെക്കോർഡിംഗ്, they are all coming under the copyright act. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണ്? സൈബറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇവിടെ ആരൊക്കെ വരും? ആൾക്കാർ മാത്രമല്ല വരുന്നത്, കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ ഓൾസോ കമ്മിങ് അണ്ടർ ദിസ് ആക്ട്. ബിക്കോസ് കമ്പ്യൂട്ടർ വഴിയാണല്ലോ ഇത് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ ആണ് എന്ത് ചെയ്യുന്നത്? വിച്ച് പ്രോസസ് ദ ഇൻഫർമേഷൻ. കമ്പ്യൂട്ടർ ചുമ്മാ പ്രോസസ് ചെയ്യോ? കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്യുന്ന എന്തെങ്കിലും ഒരു അൽഗോരിതം കാരണമാണ്
ഇത് എന്ത് ചെയ്യുന്നത്, ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമും, ഏത് പ്രോഗ്രാം കാരണമാണോ ഇത് സ്പ്രെഡ് ആയത്, ഒരു എന്തെങ്കിലും ഒരു വൈറസ് കാണുമല്ലോ, അതിനാണല്ലോ നമ്മളൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണല്ലോ വൈറസ് എന്നൊക്കെ പറയുന്ന. അപ്പൊ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉണ്ടാവാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവര് രണ്ടുപേരും എന്തിന്റെ അടിയിൽ വരും, കോപ്പിറൈറ്റ് ആക്ടിന്റെ അടിയിൽ ഇവരെയും കൂടെ കൺസിഡർ ചെയ്യണം. Then section 21 FFB, lot of guidelines are available in this section 21B. എന്തിനാണ്, കമ്പ്യൂട്ടറും അതിന്റെ പ്രോഗ്രാമും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടി. അതുപോലെ സെക്ഷൻ 2 ഈസ് ദർ. അത് എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഡേറ്റാബേസ്. ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാബേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്ഷൻ 2 വരുന്നത്. സെക്ഷൻ 2ന്റെ അടിയിൽ ഡിഫൈൻ ചെയ്യും ഡേറ്റാബേസിന് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ആക്ഷൻസ് എടുക്കാം, എന്തൊക്കെയാണ് ഡേറ്റാബേസിന്റെ സ്റ്റോർ ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ നോക്കേണ്ടത്, എന്തൊക്കെ പണിഷ്മെന്റ് ഇവർക്ക് കൊടുക്കാം, അതെല്ലാം എന്തിന്റെ അടിയിൽ വരും, ഈ സെക്ഷൻ 2ന്റെ അടിയിൽ വരും. സെക്ഷൻ 63യുടെ അടിയിലാണ് എന്താണ് ക്രിമിനൽ ഓഫൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്, അത് സെക്ഷൻ 63Bയുടെ അടിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനാണ് ഓരോ സെക്ഷൻ തിരിച്ച് പറയുന്നത്. അപ്പം പണിഷ്മെന്റ് എന്ന് പറയുന്നത് 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ഫൈനും, ജയിലിൽ ഒരു മിനിമം 7 ദിവസം മുതൽ മാക്സിമം 3 വർഷം വരെ തടവ്. നമ്മളിങ്ങനെ കേട്ടിട്ടില്ലേ, ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ്, ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ മിനിമം 7 വർഷം മുതൽ 3 വർഷം വരെ തടവും പിഴയും എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ടല്ലോ. അതാണ് 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ നമുക്ക് ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുള്ള കേസ് വരാം. ബ്ലൂടൂത്തോ? ഹോസ്റ്റലില് 7 തൊട്ട് 8 മണി വരെ സെക്കൻഡ് ഇയേഴ്സിന് ഫുഡ് കഴിക്കുന്ന ടൈം. പൊക്കോട്ടെ ഫുഡ് കഴിക്കാൻ. സെക്കൻഡ് ഇയർ സുമയ്യ ആയിരിക്കും ഫുഡ് കഴിക്കാൻ പോണ ആളിപ്പം. 8:30 വരെ ഉണ്ട് ടൈം. 8:30 വരെ സമയമുണ്ടല്ലോ. അപ്പൊ 8 മണിക്ക് പോവാം അല്ലേ ഫാത്തിമ? 8:15 വിട്ടാലും മതി മിസ്സേ. ഞാൻ സുമയ വീട്ടിലാ. ആണോ? അപ്പൊ പിന്നെ ആർക്കാ ഈ കഴിക്കാൻ പോകേണ്ട ആള്? ഫാത്തിമയാ? ഷെയ്ഖായിരിക്കും. 7:55 ആകുമ്പോ വിടാട്ടാ. 7:55 ആകുമ്പോ പറയണം. പോയോ? ഓക്കെ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. ഇനി പേറ്റന്റ് ആക്ട് എന്ന് പറയുന്ന 1970 പേറ്റന്റ് ആക്ട് എന്തൊക്കെയാണ്? സോഫ്റ്റ്വെയർ എലോൺ കനോട്ട് ബി പേറ്റന്റ്. ഇപ്പൊ സമയം എത്രയായി? 7:35. ഓക്കെ. അപ്പൊ there is no official definition of a software patent, and Indian law specifically excludes mathematical methods, business method, computer program, algorithm. ഇതൊക്കെ എന്താണ്, ഇതിനൊരു ഒഫീഷ്യൽ ഡെഫിനിഷൻ ആയിട്ടില്ല. സോഫ്റ്റ്വെയർ എലോൺ കനോട്ട് ബി പേറ്റന്റഡ് ഇൻ ഇന്ത്യ. അതായത് ഇപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിനെ മാത്രം നമുക്ക് പേറ്റന്റ് ചെയ്യാൻ പറ്റത്തില്ല. സോഫ്റ്റ്വെയറിന്റെ കൂടെ ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ ഇൻവെൻഷനും കൂടെ കാണിക്കണം, എന്നാൽ മാത്രമാണ് നമ്മൾ അതിനെ പേറ്റന്റ് ചെയ്യുള്ളൂ. അതാണ് ഈ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത. ഈ സോഫ്റ്റ്വെയർ റൺ ചെയ്ത് കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഹാർഡ്വെയറും കൂടെ വേണം. അപ്പൊ സോഫ്റ്റ്വെയർ പ്ലസ് ഹാർഡ്വെയർ ഉണ്ടെങ്കിലാണ് അതിന് പേറ്റന്റ് കൊടുക്കുകയുള്ളൂ. നമ്മൾ ഈ റോബോട്ടൊക്കെ മൂവ് ചെയ്യുന്നു എന്ന് കാണിക്കില്ലേ, അപ്പൊ ഈ റോബോട്ട് മൂവ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് മാത്രമായിട്ട് പേറ്റന്റ് കൊടുക്കത്തില്ല. സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്ന കാരണം ഔട്ട്കം എന്താണ്? റോബോട്ട് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ റോബോട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ റോബോട്ട് പ്ലസ് അതിനകത്ത് കിടക്കുന്ന സോഫ്റ്റ്വെയറിനാണ് നമ്മൾ പേറ്റന്റ് കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി
evidence means any proof presented in a court to help the judge understand the truth about a case. അപ്പൊ ഇതിന് നമ്മൾ എന്തെങ്കിലും എവിഡൻസ് ആയിട്ട് കൊണ്ടുവരും. എവിഡൻസ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു എവിഡൻസ് കൊണ്ടുവരണമല്ലോ. ഈ എവിഡൻസ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റിമോണി, റിയൽ എവിഡൻസ്, ഒരു എന്താണ്, ഒരു ഫിസിക്കൽ എവിഡൻസ്, ഡെമോൺസ്ട്രേറ്റീവ് പിക്ചേഴ്സ്, എക്സ്റേ. ഇപ്പൊ നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടി വരും. എന്നാൽ മാത്രമാണ് നമുക്ക് എന്താണ് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം സൈബർ ആണ്, ഓൺലൈൻ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ പേ ചെയ്തു, നിങ്ങൾ പറയുകയാണ് അത് കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ്. പക്ഷെ ഞാനിപ്പോ കേസായിട്ട് പോകുമ്പം എന്നോട് ചോദിക്കുവാണ് എന്താണ് നീ അയച്ചതിനുള്ള പ്രൂഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സ്ക്രീൻഷോട്ട് എനിക്ക് പ്രിന്റ് എടുത്ത് കാണിച്ചു കൊടുക്കാം. അതുപോലെ ഞാൻ പ്രിന്റ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ് എൻ്റെ കയ്യിൽ എപ്പോഴും വേണം. അതാണ് എവിഡൻസ് ആസ്പെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതൊരു സാധനവും അതിന്റെ ഒരു ഹാർഡ്വെയർ, ഇപ്പോഴും അതിന്റെ ഹാർഡ് കോപ്പിക്കാണ് ഇമ്പോർട്ടൻസ്. ലോ ഓഫ് എവിഡൻസ്. Law of evidence is very important in civil and criminal court. It contains the rules how evidence must be collected, how it is presented, how the court should evaluate it. അതാണ് ഇന്ത്യൻ law of evidence അടിയിൽ പറയുന്നത്. It covers all this in the Indian Evidence Act 1872. Indian Evidence Act is officially known as Act number 7 and it came into effect on 1st September. Amendment. The changes, these changes were made to include electronic records as valid evidence. അപ്പോൾ എന്ത് ചെയ്തു? സെക്ഷൻ 3 നേരത്തെ earlier evidence meant only documents മാത്രമേ മീൻ ചെയ്തിരുന്നുള്ളൂ. Now it includes documents plus electronic records produced in the court. അതായത് നമ്മൾ പണ്ട് പറഞ്ഞിരുന്ന റെക്കോർഡ്സ് മാത്രമായിരുന്നു, ഡോക്യുമെന്റ്സ് മാത്രം മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സും കൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, റെക്കോർഡ്സും കൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ന്യൂ ടേംസ് ലൈക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇലക്ട്രോണിക് റെക്കോർഡ്, സർട്ടിഫൈയിങ് അതോറിറ്റി, സെക്യൂർ ഇലക്ട്രോണിക് റെക്കോർഡ് have the same meaning as given in the IT Act. Section 17 എന്ത് ചെയ്തു? നേരത്തെ ഓറൽ documentary or written documentary now admissions can also be in the electronic form. പിന്നെ ഇതിന്റെ കൂടെ പുതിയ സെക്ഷൻ 22A ഇൻക്ലൂഡ് ചെയ്തു. അതായത് യു കനോട്ട് പ്രൂവ് ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന ഈ സൈബർ ലോ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ലോ ആണ്. അപ്പൊ ഇതിനെയൊക്കെ എന്ത് ചെയ്തു? പുതിയ പുതിയ ആഡ് ഓൺസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നു. സെക്ഷൻ 3 എന്ത് പറഞ്ഞു? ഇലക്ട്രോണിക് റെക്കോർഡ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. സെക്ഷൻ 17 എന്ത് പറഞ്ഞു? ഇലക്ട്രോണിക് ഫോമിലുള്ള ഡോക്യുമെന്റ് വേണം എന്ന് പറഞ്ഞു. പുതിയ 22A എന്ന് പറഞ്ഞ പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നു. അത് പറയുന്നത് യു കനോട്ട് പ്രൂവ് ദ കണ്ടന്റ്സ് ഓഫ് ആൻ ഇലക്ട്രോണിക് റെക്കോർഡ് ബൈ സിംപ്ലി സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ് അൺലെസ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് ഓതന്റിസിറ്റി ഈസ് ബീങ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ ഞാൻ പറയുവാണ് ഞാൻ മണി പേയ്മെന്റ് നിങ്ങൾക്ക് നടത്തി, കിട്ടിയ ആള് പറയുവാണ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പ്രൂഫായിട്ട് എന്ത് കാണിക്കും? ഇലക്ട്രോണിക് ഡോക്യുമെന്റ് എന്റെ കയ്യിൽ എന്തുണ്ട്? സ്ക്രീൻഷോട്ട് ഉണ്ട്. അതാണ് എക്സാമ്പിൾ. ന്യൂ സെക്ഷൻ 65A. Electronic records must be proved following section 65B, which gives special rules for electronic evidence like certificates or computer generated records. Electronic records as evidence. Any information stored, recorded or copied called a computer output will be treated as a valid document. ഒരു കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് വാലിഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് റെക്കോർഡ്സ് വേണം. ഇതിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? കണ്ടീഷൻസ് ഫോർ അക്സെപ്റ്റിംഗ് കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് the computer was regularly used, information was normally fed to the computer was working properly, electronic record exactly produced the data that was entered into the computer during normal operation. അതായത് അവിടെ ഇരുന്ന ഇപ്പൊ ഞാൻ ഓഫീസിൽ ഒരു കള്ളത്തരം നടന്നു എന്ന് പറയുവാണ്. അപ്പൊ ഓഫീസിലുള്ള ഈ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഞാൻ കള്ളത്തരം ചെയ്തതെന്ന് പറയുവാണ്. അപ്പൊ ഇവര് ഈ സിസ്റ്റത്തിന് അവർ ചെക്ക് ചെയ്യും. ഈ സിസ്റ്റത്തിൽ എപ്പോഴാണ് കള്ളൻ ലോഗിൻ ആയത്, എപ്പോഴാണ് ഡേറ്റ എടുത്തത്, എപ്പോഴാണ് ലോഗ് ഔട്ട് ആയത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഈ കമ്പ്യൂട്ടറിനകത്ത് നിന്നും നമുക്ക് എടുക്കാൻ പറ്റണം. നമ്മൾ ലോഗ് ഡയറി ഒക്കെ ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ ലോഗ് ബുക്ക് എന്നൊക്കെ പറയില്ലേ,
കമ്പ്യൂട്ടറിന്റെ ലോഗിൽ നിന്നും ആ ഇൻഫർമേഷൻസും വാലിഡിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കമ്പ്യൂട്ടറിലൂടെയാണ് അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിലൂടെയാണ് എന്താണ് ലോഗിൻ ചെയ്ത്. ഇപ്പൊ നമ്മള് നമ്മൾ വീഡിയോ വിഷ്വൽസ് ഒക്കെ എടുക്കൂലോ, ഈ എന്താ പറയണേ, അവിടെ ഇവിടെയൊക്കെ നമ്മൾ ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഈ ക്യാമറയുടെ ഇൻപുട്ടുകൾ എടുക്കൂലേ, എത്ര സമയത്താണ് നമ്മൾ കയറിയത്. അപ്പൊ അതൊക്കെ നമുക്ക് എവിഡൻസ് ആയിട്ട് സൂക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഇഫ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ദെൻ എല്ലാം കൂടെ ഒരു സിംഗിൾ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. Certificate for electronic evidence. When presenting an electronic record as evidence, a certificate must be given. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബഷീറിന്റെ കേസ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഒരു വാലിഡിറ്റി ഇവിടെ പറഞ്ഞായിരുന്നു, ഒരു കേസ് പറയുന്നുണ്ട്, ഒരു കേസ് സ്റ്റഡിയിൽ പറയുന്നുണ്ടായിരുന്നു. ഒരു ഇലക്ഷന്റെ സമയത്ത് ഒരു ബഷീർ എന്ന് പറഞ്ഞ ഒരാള് വേറൊരാൾക്കെതിരെ എന്തോ പ്രചരണം നടത്തി. അപ്പൊ ഈ പ്രചരണം നടത്തിയപ്പോ അയാളുടെ അയാളുടെ ഇതിനു വേണ്ടി അയാൾ പ്രചരണം നടത്തി. അപ്പൊ അയാൾ പ്രചരിപ്പിച്ച സാധനങ്ങളൊക്കെ ഫേക്ക് ആയിരുന്നെന്നോ അത് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു എന്ന് ആണ് വേറെ എതിർ കക്ഷി കേസ് കൊടുത്തു. അപ്പൊ കേസ് കൊടുത്തു വെച്ചപ്പോ മറ്റേ കോടതിയിൽ വന്നപ്പോ ഈ അതാരാടാ അത് അങ്ങനെ അറ്റൻഡൻസ് ചോദിച്ച ആള്? അപ്പം ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ടില്ല. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാ ഈ എതിർകക്ഷി എന്ത് പറഞ്ഞു, ഈ ബഷീറിനെതിരെ കേസ് കൊടുത്തു. അപ്പൊ ഈ ബഷീർ കൊണ്ടുവന്ന എവിഡൻസ് എന്ന് പറഞ്ഞ ബഷീർ പറയുന്നത് ഞാൻ സത്യസന്ധമായിട്ടാണ് പ്രചരണം നടത്തിയത്. അപ്പൊ ഗവൺമെന്റ് കോടതി ആ എവിഡൻസ്, ആ തെളിവ് കോടതി സ്വീകരിച്ചു. പക്ഷെ ഈ ഓപ്പോസിറ്റ് ഉള്ള ആള് പറഞ്ഞു ഈ തെളിവ് സ്വീകരിച്ചപ്പോൾ അതിന്റെ കൂടെ ഒരു ഇലക്ട്രോണിക് എവിഡൻസും കൂടെ വേണമായിരുന്നു, ഒരു റെക്കോർഡ്, ഒരു സർട്ടിഫിക്കറ്റ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടായില്ല. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് വാലിഡിറ്റി ഉള്ളൂ എന്നാണ് ആ പറയുന്നത്. അതാണ് സർട്ടിഫിക്കറ്റ് ഫോർ ഇലക്ട്രോണിക് എവിഡൻസ്. ദെൻ അഡീഷണൽ ക്ലാരിഫിക്കേഷൻസ്, ദെൻ കമ്പ്യൂട്ടർ ഔട്ട്പുട്ട് വേറെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെല്ലാം ആഡ് ഓൺ ആണ്. നമ്മൾ സാധാരണ ഇയാൾ ലോഗിൻ ചെയ്ത് ഇയാൾ ഏത് സമയത്താണ് പ്രചരണം നടത്തിയത്, പിന്നെ വാലിഡ് ആയിട്ടുള്ള സമയത്താണോ പ്രചരണം നടത്തിയത്, അതൊക്കെ നമുക്ക് വാലിഡ് പ്രൂഫായിട്ട് നമുക്ക് അഡീഷണൽ ക്ലാരിഫിക്കേഷൻസ് ആയിട്ട് എടുക്കാം. ദെൻ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കുകയാണെങ്കിൽ someone claims that a digital signature is attached to an electronic record, it must be proved that the signature actually belongs to that person, except in the case of secure digital signature. ഇതാണ് ഞാൻ പറഞ്ഞ അൻവർ PV PK ബഷീറിന്റെയും കേസ് ഞാൻ പറഞ്ഞത്. The case involved a dispute during 2008 കേരള അസംബ്ലി ഇലക്ഷന്റെ സമയത്താണ്. PV അൻവർ എന്ത് ചെയ്തു, PK ബഷീർ എന്ന് പറയുന്ന ആള് has circulated illegally recorded and doctored audio CD to influence the voters. PK ബഷീർ ഇല്ലീഗലി റെക്കോർഡ് ചെയ്തിട്ടുള്ള CD-യും ആണ് വോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സ്പ്രെഡ് ചെയ്തു എന്നാണ് പറയുന്നത്. കേസ് എതിരെ കൊടുത്ത ആള് PV അൻവർ ആണ്. ബഷീറാണ് ലീഗൽ ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നത്. എന്നിട്ട് ബഷീർ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തതെല്ലാം ലീഗലി ആണെന്ന് കാണിച്ചുകൊണ്ട് പുള്ളി സോങ്സും സ്പീച്ചസും അടങ്ങിയ CD കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. കോടതി എന്ത് ചെയ്തു, അത് സ്വീകരിച്ചു. അപ്പൊ അത് പ്രൂഫായിട്ട് എടുത്തു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇത് ചെയ്തു. പക്ഷെ PV അൻവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ടു ഹാവ് എ സർട്ടിഫിക്കറ്റ്. ഇത് വേറെ ആരെങ്കിലും കൊണ്ട്, എന്തിനാണ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, വേറെ ആരെങ്കിലും കൊണ്ട് അതിനെ വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു അതായത് ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലാതെ മറ്റേ കേസ് പറയില്ലല്ലോ. അപ്പൊ അത് മൂന്നാമതൊരാളെ കാണിച്ചൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റ് നോക്കിയില്ല. അല്ലാതെ ഇയാള് പറഞ്ഞ കാര്യം നേരിട്ട് കേട്ടു, അതിനെ കുഴപ്പമില്ലാത്ത രീതിക്ക് ഊരിപ്പോന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ലിങ്ക് ആണ് ഇവിടെ താഴെ കൊടുത്തേക്കുന്നത് ആ കേസ്. അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുത്താലും മതി, 2008 കേരള അസംബ്ലി ഇലക്ഷൻ PV അൻവർ അഗെയിൻസ്റ്റ് PK ബഷീർ എന്ന് അടിച്ചു കൊടുത്താൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ക്രിമിനൽ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ക്രൈം ദാറ്റ് ബ്രേക്സ് ദ ക്രിമിനൽ ലോ, മർഡർ, തെഫ്റ്റ്, ഫോർജറി, അതൊക്കെയാണ് ക്രൈമിന്റെ അടിയിൽ വരുന്നത്. ക്രിമിനോളജി ഈസ് ദ സ്റ്റഡി വൈ ക്രൈംസ് ഹാപ്പൻ ആൻഡ് ഹൗ ക്രിമിനൽസ് ബിഹേവ്. കമ്പ്യൂട്ടർ ക്രൈം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അതിനകത്ത് റിലേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ crime. When computer related action causes someone loss or damage or offense and a computer is involved in any way. Use computers for illegal activities. എന്തൊക്കെയാണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്രൈംസ് എന്ന് പറയുന്നത്?
കമ്പ്യൂട്ടർ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ ആയിട്ട് വരുമ്പോഴോ, കമ്പ്യൂട്ടർ ഒരു ടാർഗറ്റ് ആയിട്ട് വരുമ്പോഴോ, കമ്പ്യൂട്ടർ ഒരു സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് വരുമ്പോഴോ, കമ്പ്യൂട്ടർ ടാർഗറ്റോ സ്റ്റോറേജ് ഡിവൈസോ ആയിട്ടോ വരുവാണെങ്കിൽ ഈ 4 കേസിലും കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്രൈം ആയിട്ട് എടുക്കാം. മനസ്സിലായോ? കമ്പ്യൂട്ടർ ഒരു കമ്മ്യൂണിക്കേഷൻ ടൂൾ, ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന്. രണ്ടെന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് ടാർഗറ്റ് ആയിട്ടിരിക്കുന്നത്. മൂന്നാമെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ ഒരു സ്റ്റോറേജ് ഡിവൈസ് എടുക്കുന്നത്. നാലാമതെന്ന് പറയുന്നത് ടൂളും ടാർഗറ്റും ആയിട്ടിരിക്കുന്ന. കമ്പ്യൂട്ടർ എപ്പോഴാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ടൂളായി. ടാർഗറ്റ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഡേറ്റനെ അഫക്റ്റ്, കമ്പ്യൂട്ടറാണ് ഞാൻ, കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ഡേറ്റനെ എന്താണ് സ്റ്റീൽ ചെയ്യാൻ വേണ്ടി ആണ് ഞാൻ പോകുന്നതെങ്കിൽ കമ്പ്യൂട്ടർ എന്തായി? ടാർഗറ്റായി മാറി. ദെൻ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് റെക്കോർഡ്സ് ഒക്കെ കമ്പ്യൂട്ടറിനകത്താണ്. കമ്പ്യൂട്ടർ ഇറ്റ്സെൽഫ് ഈസ് അറ്റാക്ഡ്, അതാട്ടോ ടാർഗറ്റ്. ഹാക്കിംഗ് ഇൻ ടു ഗവൺമെന്റ് ഓർ ബാങ്ക് സിസ്റ്റം, സ്റ്റീലിംഗ് ഡേറ്റ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ, തെഫ്റ്റ് ഓഫ് ട്രേഡ് സീക്രട്ട് ഫ്രം കമ്പനി ഡേറ്റാബേസ്. അപ്പൊ കമ്പ്യൂട്ടർ എന്തായി? ടാർഗറ്റ് ആയിട്ട് മാറി. സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ സ്റ്റോറിംഗ് റെക്കോർഡ്സ് ഓഫ് ആൻ ഇല്ലീഗൽ ബിസിനസ്. നോർമൽ നേരത്തെ കേസിൽ എന്തായിരുന്നു? ഞാനിപ്പോ ബാങ്കിനകത്തുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കമ്പ്യൂട്ടറിനെ ഞാൻ ഹാക്ക് ചെയ്തു. അപ്പോഴാണ് കമ്പ്യൂട്ടർ എന്തായിട്ട് മാറിയത്? ടാർഗറ്റ് ആയിട്ട് മാറിയത്. സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈൽഡ് പോണോഗ്രഫി പോലെയുള്ള ആവശ്യമില്ലാത്ത റെക്കോർഡ്സ് എൻ്റെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബിക്കംസ് ദി സ്റ്റോറേജ് ഡിവൈസ്. അതാണ് എക്സാമ്പിൾ. പിന്നെ കമ്പ്യൂട്ടർ ക്യാൻ ആക്ട് ആസ് ബോത്ത് ടൂൾ ആൻഡ് ടാർഗറ്റ് അറ്റ് എ സെയിം ടൈം. എക്സാമ്പിൾ, പേഴ്സൺ യൂസസ് ദ കമ്പ്യൂട്ടർ ടു ക്രിയേറ്റ് ആൻഡ് സ്പ്രെഡ് എ വൈറസ്. അപ്പൊ എന്തായി? കമ്പ്യൂട്ടർ ഒരു ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയി. എന്തായി? ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്തു, ആ വൈറസ് സ്പ്രെഡ് ചെയ്യാനും ഞാൻ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്താണ്? ക്രിമിനൽസ് കമ്പ്യൂട്ടർ ആണ് അവിടുത്തെ ടൂളും, വിക്ടിമിന്റെ കമ്പ്യൂട്ടർ ആണ് അവിടുത്തെ ടാർഗറ്റും. വൈറസ് എന്ത് ചെയ്തു? എല്ലാ കമ്പ്യൂട്ടറിനെയും ഡാമേജ് ചെയ്തു. അതാണ് കമ്പ്യൂട്ടറിന്റെ. ഇത് ചിലപ്പോൾ കാറ്റഗറീസ് ഓഫ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്രൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളും എഴുതണം. ഇനി കുറെ റിയൽ ലൈഫ് കേസസ് പറയുവാണ്. OLX സിനാരിയോ, അതായത് എന്ത് ചെയ്തു? ഒരു ഫേക്ക് ആഡ്. OLX എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ രണ്ടാമത്തെ സാധനങ്ങൾ, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സൈറ്റാണ് OLX. അപ്പൊ എന്ത് ചെയ്തു? OLX അവര് സ്കാം ഉണ്ടായിട്ടുണ്ടായി ഒരു പ്രാവശ്യം. എന്ത് ചെയ്തു? കോണ്ടാക്ട് ചെയ്തു ക്രിമിനൽസ്. എന്ത് ചെയ്തു? ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കി വെച്ചു, ഫേക്ക് QR കോഡ് സെൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ എനിക്ക് സാധനങ്ങൾ വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഞാൻ സ്കാൻ ചെയ്യുന്ന QR കോഡ് ചിലപ്പോൾ ക്രിമിനലിന്റെ QR കോഡ് ആയിരിക്കും. അപ്പൊ ഞാൻ മണി സെൻഡ് ചെയ്യുന്നത് ക്രിമിനലിന്റെ QR കോഡിലോട്ടായിരിക്കും മണി സെൻഡ് ചെയ്യുന്നത്. അതാണ് കമ്പ്യൂട്ടർ ആസ് എ കമ്മ്യൂണിക്കേഷൻ ടൂളിന്റെ എക്സാമ്പിൾ. എന്റെ കമ്പ്യൂട്ടറിൽ കൂടിയാണല്ലോ സാധനം പോകുന്നത്. അത്. ഇനി കമ്പ്യൂട്ടർ ആസ് എ ടാർഗറ്റ് ഓഫ് ക്രൈം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസസ് ആണ് ഈ ഡെബിറ്റ് കാർഡിന്റെ ഒക്കെ എന്ത് ചെയ്തത്? ഡെബിറ്റ് കാർഡിന്റെ ഒക്കെ യെസ് ബാങ്കിന്റെ SBIയുടെ ഒക്കെ പേയ്മെന്റ് സർവീസ് നോക്കുന്നത് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസസ് ആയിരുന്നു. അപ്പൊ ഇവരുടെ ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസസിന്റെ കമ്പ്യൂട്ടർ ബ്രീച്ച് ആക്കി. അപ്പൊ എന്ത് പറ്റി? പല ഈ യെസ് ബാങ്കിന്റെ SBIയുടെ HDFCയുടെ ഒക്കെ കാർഡിനകത്തോട്ട് ഈ വൈറസ് കയറി പ്രവർത്തിച്ചു. അപ്പൊ അവരുടെ ഒക്കെ ഡേറ്റ സ്റ്റോളൻ ആയി. അപ്പൊ കമ്പ്യൂട്ടറാണ് ഇവിടെ എന്ത്? ടാർഗറ്റ് ഓഫ് ക്രൈം. ഈ ഇവരിലേക്കൊക്കെ ഉള്ള വാതിൽ തുറന്നത് ആര് വഴിയാണ്? ഈ ഡെബിറ്റ് കാർഡിന്റെ വാതിൽ തുറന്ന ആരുടെ കമ്പ്യൂട്ടറിൽ കൂടിയാണ്? ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസസിന്റെ കമ്പ്യൂട്ടർ വഴിയാണ്. ഇനി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പോണോഗ്രഫി ഡിവൈസസ് സ്റ്റോർ ചെയ്താൽ. പിന്നെ ഇവിടെയാണ് ഇപ്പൊ നമ്മൾ ബിറ്റ് കോയിനെ പറ്റി കമ്പ്യൂട്ടർ ആസ് ബോത്ത് ടൂൾ ആൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത്. വാണക്രൈ റാൻസംവെയർ അറ്റാക്ക് ഇൻ ഇന്ത്യ, computers at Andhra Pradesh Police Department were locked, data became inaccessible. അപ്പൊ എന്ത് പറ്റി? hackers demanded Bitcoin. Why it fits this category? The ransomware was sent using the computer and computers were used as the target. അപ്പൊ ഇവിടെ ഞാൻ ആ ബിറ്റ്കോയിനെ പറ്റി ഒരിക്കൽ കൂടെ ഞാൻ ക്ലാസ്സിൽ ഒന്ന് പിള്ളേരെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിച്ചാണ്. അപ്പൊ WP-കാർക്ക് വേണ്ടി നമ്മുടെ അജയ് കുമാർ ഒരു 2 മിനിറ്റ് ബിറ്റ്കോയിനെ പറ്റി ഒന്ന് പറയുന്നതായിരിക്കും. ഒന്ന് പറയാമോ അജയ് കുമാർ? ബേസിക്കലി
ഞാൻ പറയുന്നത് കേൾക്കാം. കേൾക്കാം, എനിക്ക് കേൾക്കാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും 1-2 പേര് യെസ് പറയാമോ? വോയിസിൽ പറയണേ, തംസ് ഇടാതെ. സജന കേൾക്കുന്നുണ്ടോ? കേൾക്കണ്ട് മിസ്. ഓക്കെ. ബിറ്റ്കോയിൻ സജനുണ്ടോ? എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് വെച്ച് പാറയൊക്കെ കേറിയിട്ടുണ്ട് കേട്ടോ, അൽഫിയ. പറഞ്ഞോ അജയകുമാർ പറഞ്ഞോ. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് അത് ലോകത്തിലെ ഏറ്റവും വലിയ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയാണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഏജൻസി ഇല്ല എന്നാണ് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക് പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട് അജയകുമാർ, ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കാവോ? വർക്കിലാണോ? പാടാണോ? ഇല്ല, കുഴപ്പമില്ല. ഹെഡ്ഫോണിലൂടെ പറയുന്നതാണ്. അതെ. ഓക്കെ. ഡീസെൻട്രലൈസ്ഡ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിറ്റ്കോയിൻ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയാണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പ്രത്യേക ഏജൻസി ഒന്നുമില്ല. ഇന്ത്യൻ റുപ്പീസിനെ കൺട്രോൾ ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ അതൊരു സെൻട്രലൈസ്ഡ് കറൻസിയാണ്. അപ്പൊ ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് ബ്രേക്ക് ആയി പോവാലോ. ഈ കക്ഷി ആരാണെന്ന് ഇതുവരെ ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഞാൻ ഹെഡ്ഫോൺ ഓഫ് ചെയ്തു. ഇപ്പൊ പറഞ്ഞോ, ക്ലിയർ ആയി. അപ്പൊ ഈ സതോഷി നക്കാമോട്ടോ എന്ന് പറയുന്ന ഒരു ആളാണ് ബിറ്റ്കോയിൻ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് ആരാണെന്ന് ഇതുവരെ ആർക്കും അറിയാൻ പറ്റില്ല. ബിറ്റ്കോയിൻ ലോകത്ത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഇതിന് പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചായിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ടെക്നിക്കൽ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ വർക്ക് ചെയ്യുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറുകളുടെ ട്രാൻസാക്ഷന്റെ ഒരു ഇലക്ട്രോണിക് ലെഡ്ജറാണ്. അതായത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് നടത്തുന്ന ഒരു ട്രാൻസാക്ഷനെ അത് ഇലക്ട്രോണിക്കലി അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന അതിനാണ് ബ്ലോക്ക് ചെയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉണ്ട് അതിന്. ഈ ബ്ലോക്ക് ചെയിൻസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ ബിറ്റ്കോയിൻ സെറ്റപ്പ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹാഷിംഗ് എന്ന് പറയുന്ന ടെക്നോളജിയാണ് ബിറ്റ്കോയിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടർ സയൻസായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് രണ്ടുമാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഇതുകൂടാതെ വേറെ പലതരം ടൈപ്പ് ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ആളുകളെ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന സാധനം. കാരണം ഇതിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഗവൺമെന്റ്സിന് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടെന്നല്ല, പറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്കാമേഴ്സ് ഒക്കെ ബിറ്റ്കോയിനിൽ ട്രാൻസാക്ഷൻ നടത്തണം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ നടത്തുന്ന ട്രാൻസാക്ഷൻസ് കണ്ടുപിടിക്കാൻ നമ്മുടെ എമർജൻസി റെസ്പോൺസ് ടീമിനോ അല്ലെങ്കിൽ ഇഡിക്കോ ഇവർക്ക് ആർക്കും പറ്റില്ല. കാരണം ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ? ഇത് ഡാറ്റ അല്ല ശരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് ഒരു അഡ്രസ് സിസ്റ്റമാണ്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒരു അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന സെറ്റപ്പ് ഇല്ലേ, ആ ലെഡ്ജറിലേക്ക് ലോഗ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ സിസ്റ്റത്തിൽ നിന്ന്, അതുകൊണ്ട് ഇതിന് ഡിവൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള കറൻസിക്കൊക്കെ അക്കൗണ്ട് ആണല്ലോ, നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാവും. അക്കൗണ്ടിനെക്കാട്ടിലും ക്രിപ്റ്റോ കറൻസികൾക്ക് ആ ഡിവൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഒരു ന്യൂസ് കേട്ട് കാണും, നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു കക്ഷി പുള്ളിയുടെ ഏകദേശം ഒരു 4000 കോടിയുടെ ക്രിപ്റ്റോ കറൻസി അടങ്ങിയിരിക്കുന്ന ഒരു ഹാർഡ് ഡ്രൈവ് ഉണ്ടായിരുന്നു. ആ ഹാർഡ് ഡ്രൈവ് കിട്ടാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ കുറെ ടീമുകൾ പുള്ളിയെ കൊന്നു എന്നൊക്കെ ഉള്ള ഒരു കേസ് ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഡിവൈസ് ആണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആ ഡിവൈസിന്റെ അഡ്രസ്സിലാണ് ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, അല്ലാതെ ആളുകളുടെ പേരിലല്ല. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ബാക്കിയുള്ള ബാങ്കിലൊക്കെ നമ്മളെ ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതില് ആൾക്കാർക്കാണ് ഇമ്പോർട്ടൻസ്, ഇതിന് ഡിവൈസസിനാണ് ഇമ്പോർട്ടൻസ്. ഇതിന് ആരാന്നുള്ളത് പ്രശ്നമല്ല, ആ ഡിവൈസിനാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മള് മൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിപ്റ്റോ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡിവൈസസിനാണ് എപ്പോഴും ഇതിനകത്ത് വാല്യൂ കൂടുതൽ.
അതുകൊണ്ടാണ് ആ ബ്ലോക്ക് ചെയിൻ കോൺസെപ്റ്റിലേക്ക് വരുന്നത്. ബ്ലോക്ക് ചെയിൻ ഇതിന്റെ അഡ്രസ്സസ് ആണ് ഇതിനകത്ത് സേവ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പെടുത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ആളുകളെ ഈ സൈബർ ക്രൈമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നം വരുന്ന ഒരു സാധനമാണ് ഈ ബിറ്റ് കോയിൻസ് എന്ന് പറയുന്നത്. പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം മാർക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ ബിറ്റ് കോയിൻസിന്റെ മാർക്കറ്റ് റേറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ ഇത് പറഞ്ഞ ആൾക്കാരെ സുഖമായിട്ട് പറ്റിക്കാം. പക്ഷെ ആൾക്കാർക്ക് ഇത് എങ്ങനെ വാങ്ങണം, വിൽക്കണം എന്ന് അറിയാൻ പറ്റാത്തതിനെ കൊണ്ട് ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇപ്പൊ എന്നോട് പറയാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ബിറ്റ് കോയിൻസ് തരാം. ബിറ്റ് കോയിൻസിന് ഒരു ബിറ്റ് കോയിൻ ഇപ്പം 10 ലക്ഷം രൂപയാണ് വില. 5 വർഷം കഴിയുമ്പോൾ ഇത് 10 കോടിയാവും. നിങ്ങളൊരു 2 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്ര ബിറ്റ് കോയിൻ നിങ്ങൾക്ക് തരാമെന്ന് പറയും. അപ്പൊ നമ്മൾ പൈസ കൊടുക്കും, നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിയെന്ന് അവര് നമുക്ക് വല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ തരും. ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനെ കൊണ്ട് ബിറ്റ് കോയിൻ നമ്മുടെ കയ്യിലേക്ക് വരില്ല. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ആ ഡിവൈസസ് ആണ് അതിനകത്ത് ഇമ്പോർട്ടന്റ്. ആ ഡിവൈസ് നമ്മുടെ അടുത്ത് ഇല്ലാത്തടത്തോളം കാലം ആ ബിറ്റ് കോയിൻ നമ്മളെ കയ്യിലില്ല. പക്ഷെ നമ്മൾ ഈ സാധനം നമ്മളെ കയ്യിൽ ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ഈ കാശ് അവർക്ക് കൊടുക്കും. കാശ് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന കാശ് ഏതായിരിക്കും? നമ്മുടെ നോർമൽ കറൻസി. നോർമൽ കറൻസി, അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാണല്ലോ. എന്നോട് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അത് ഇക്വലന്റ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ ഞാൻ വാങ്ങിച്ചു. അപ്പൊ 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഈ 10 ലക്ഷം 10 കോടി ആവുമെന്നാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. പക്ഷെ ആ ബിറ്റ് കോയിൻ ഞാൻ വാങ്ങിച്ചു എന്ന് പറയുന്നത് എനിക്ക് അവർ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ ഇത്രയും ബിറ്റ് കോയിൻ ഇന്ന ഏജൻസിയിൽ നിന്ന് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ റിസ്ക് ആണ് ശരിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് ചോദ്യം പറച്ചലോ ഒന്നുമില്ല. ഇല്ല. പക്ഷെ ബിറ്റ് കോയിൻ നമുക്ക് കിട്ടിയെന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എനിക്കറിയില്ല ബിറ്റ് കോയിൻ എന്താണെന്നുള്ളത്. പറ്റില്ല. ഇല്ല, പറ്റില്ല. ഇല്ല, കാരണം കേസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിൽ ഒരു നിയമത്തിന്റെ അണ്ടറിലും വരുന്നില്ല. ഇന്ത്യ ഇത് അംഗീകരിച്ചിട്ടില്ല. ഇപ്പം US ഒക്കെ കഴിഞ്ഞ വർഷം ഇതിന് ചില അംഗീകാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഇന്ത്യയിൽ ഇത് അംഗീകരിക്കാത്തതിനെ കൊണ്ട് ഇതിനെക്കുറിച്ച് ഒരു കേസിനും പോകാൻ പറ്റില്ല. അപ്പം ഈ ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ പറ്റും. ബിറ്റ് കോയിൻ വാങ്ങി ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് ഡിവൈസ് സ്പെസിഫിക് ആണ്. നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് വാങ്ങിച്ച് വെക്കണം. അല്ലാണ്ട് ഈ പേപ്പറിൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഒന്നും ബിറ്റ് കോയിൻ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ശരിക്കും പറ്റിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ബിറ്റ് കോയിനെ കുറിച്ച് ഏകദേശമുള്ള ഒരു ഐഡിയ. താങ്ക് യു. ഞാൻ പിള്ളേരെ കൊണ്ടും പറയിപ്പിച്ചായിരുന്നു ക്ലാസ്സിൽ. അപ്പൊ അവരും ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവരും കൂടെ കുറച്ച് കേൾക്കട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പം പല ആൾക്കാർ പല ആംഗിളിൽ പറയുമ്പോൾ കുറച്ച് ഐഡിയ കിട്ടൂലോ. അതെ, ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ടെക്നിക്കൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ കോൺസെപ്റ്റ് എന്താണ് അഡ്രസ് ട്രാൻസാക്ഷൻ, എന്താണ് ഹാഷിംഗ്, ഇതാണ് ബിറ്റ് കോയിൻസിനെ കുറിച്ച് നമുക്ക് ടെക്നിക്കലി പഠിക്കാനുള്ളത്. പിന്നെ എത്തിക്സ് എന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത്, ഈ 2 കാര്യങ്ങളാണ് അതിനകത്ത്. ബാക്കിയുള്ളത് ഇതിനകത്ത് വൈഡ് ആസ്പെക്ട് ആണ്. ഒരു 10 മിനിറ്റ് കൊണ്ടൊന്നും തീരുന്ന കഥയൊന്നല്ല അത്. അതെ അത് മനസ്സിലായി. എന്തായാലും താങ്ക് യു. ഞാനൊരു